സ്പീഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കി വരാൻ പോയ മണിക്കൂറിലെ പ്രധാന വാർത്തകളെല്ലാം ഒറ്റനോട്ടത്തിൽ. വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കുഴൽനാടൻ. കേസിൽ അപ്പീൽ പോകുമെന്നും കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ ബോധപൂർവം നുണപ്രചാരണം നടത്തുകയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇതൊന്നും ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും EP ജയരാജൻ. വിജിലൻസ് കോടതി വിധി അന്തിമമല്ലെന്ന് K സുധാകരൻ. നിയമകാര്യങ്ങളിൽ മാത്യു കുഴൽനാടന് വേണ്ടുവോളം അറിവുണ്ടെന്നും തിരുത്തേണ്ട കാര്യമില്ലെന്നും K സുധാകരൻ. കുഴൽനാടന്റെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. K സുധാകരന്റെ വിരട്ടലിൽ വഴങ്ങി ഹൈക്കമാൻഡ്. സുധാകരൻ KPCC അധ്യക്ഷനായി നാളെ വീണ്ടും ചുമതലയേൽക്കും. KPCC അധ്യക്ഷൻ ഇപ്പോഴും താൻ തന്നെയെന്ന് സുധാകരൻ. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെ വാർത്താ സമ്മേളനം ഒഴിവാക്കി MM ഹസൻ. തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി ചേർന്ന BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തമ്മിലടി. K സുരേന്ദ്രനെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും യോഗത്തിൽ വിമർശനം. PK കൃഷ്ണദാസ് പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. മുരളീധരപക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം യോഗത്തിൽ ഉന്നയിച്ചു ശോഭാ സുരേന്ദ്രൻ. യോഗത്തിൽ ശോഭയ്ക്ക് കടുത്ത അതൃപ്തി. ദില്ലി മദ്യനയ കേസിൽ EDയെ കുടഞ്ഞ് സുപ്രീം കോടതി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ EDയുടെ വാദം അംഗീകരിക്കാൻ കഴിയില്ല. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി റോസ് അവന്യൂ കോടതി May 20 വരെ നീട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ ഇന്ന് ഉത്തരവില്ല. ഇന്നത്തെ വാദം പൂർത്തിയായി. ജാമ്യ ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ 5 മണിവരെ 60.19% പോളിംഗ്. ബംഗാളിൽ മികച്ച പോളിംഗ്. വിധി എഴുതിയത് 94 മണ്ഡലങ്ങൾ. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച യുവതിയെ വലിച്ചു താഴെയിട്ടു. പ്രതി ജോജോ അറസ്റ്റിൽ. കാസർഗോഡ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മക്കളും മരിച്ചു. അപകടം മൂകാംബികയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ. തൃശൂർ സ്വദേശികളായ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ഗൃഹനാഥനും മകനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ. പാലക്കാട് പ്രസ് ക്ലബ് ലൈബ്രറിയിലേക്ക് എഴുത്തുകാരനും കൈരളി ഡയറക്ടറുമായ TR അജയൻ പുസ്തകങ്ങൾ സമ്മാനിച്ചു. 150 പുസ്തകങ്ങളാണ് നൽകിയത്. പ്രസ് ക്ലബ് ഭാരവാഹികൾ പുസ്തകം ഏറ്റുവാങ്ങി. മലപ്പുറം മുന്നിയൂർ ആലിൻചുവട്ടിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ആലിൻചുവട് സ്വദേശി പാങ്ങാട് കുഞ്ഞി മുഹമ്മദാണ് മരിച്ചത്. സുഹൃത്ത് പാങ്ങാട് മുജീബിന് പരുക്കേറ്റു. ചെമ്മാട് തലപ്പാറയിൽ ആലിൻചുവട് വെച്ചാണ് അപകടം. മലപ്പുറം നിലമ്പൂർ എരഞ്ഞിമങ്ങാട് UP സ്കൂളിന് സമീപം കിണറ്റിൽ യുവാവിന്റെ മൃതദേഹം. അമ്മാടൻ ഷിബു ആണ് മരിച്ചത്. കിണറിന്റെ പടവിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാവാമെന്നാണ് സംശയം. മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ.
സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത. കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മുസ്ലിം ലീഗ് നേതാവും പ്രഭാഷകനുമായ PH അബ്ദുള്ള അന്തരിച്ചു. അസുഖത്തെ തുടർന്ന് കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. മാപ്പിള കലാ അക്കാദമി സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമാണ്. ഖബറടക്കം ആക്കോട് ജുമാ മസ്ജിദ് മക്ബറയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് നാഫിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. പാലക്കാട് ജില്ലയിൽ നാട്ടുകൽ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ എന്നീ പരിധികളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പത്തനംതിട്ടയിൽ കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. ഈ മാസം 2-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു. റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തി. പേടകത്തിൽ കയറിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചിറക്കി. പാലക്കാട് മണ്ണാർക്കാട് കോഴി ഫാമിലുണ്ടായ അഗ്നിബാധയിൽ 3000 കോഴിക്കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചു. മണ്ണാർക്കാട് കണ്ടമംഗലം പനമ്പള്ളി അരിയൂർ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നായിരുന്നു അഗ്നിബാധ. പെരുമ്പാവൂർ കണ്ടന്തറയിൽ ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. ഐനുൽ ഹക്കിനെയാണ് കുന്നത്തുനാട് സർക്കിൾ എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 14 ഗ്രാം ഹെറോയിൻ പിടികൂടി. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം 25 വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചരിഞ്ഞത്. ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് ആനകൾ മരിക്കുന്ന സംഭവം ഗൗരവമായി കാണേണ്ടതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. റെയിൽവേയുമായി സംസാരിച്ചിരുന്നു. ഇന്നലെ അപകടമുണ്ടാക്കിയ ട്രെയിൻ വേഗപരിധി പാലിച്ചില്ല. കോട്ടയം നീണ്ടൂരിൽ ഏത്തവാഴത്തോട്ടം നശിച്ചു. 2 യുവ കർഷകർ ചേർന്ന് കൃഷിയിറക്കിയ 3000-ഓളം ഏത്തവാഴകളാണ് കരിഞ്ഞുണങ്ങിയത്. വിളവെടുപ്പിന് പാകമായി വരുമ്പോഴാണ് ഏത്തവാഴകൾ വീണുപോയത്. മന്ത്രവാദത്തിന്റെ പേരിൽ മൂന്നാർ ചെണ്ടുവരി എസ്റ്റേറ്റിൽ സ്ത്രീകളുടെ പണം തട്ടിയ ആളുകളെ തൊഴിലാളികൾ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തെയാണ് തൊഴിലാളികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രികളിൽ രക്തക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പുമായി DYFI. കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 20 ദിവസം തുടർച്ചയായി DYFI പ്രവർത്തകർ രക്തദാനം ചെയ്യും. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിനു പരിസരത്തെ കിണറുകളിൽ ജലനിരപ്പ് താണു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നുവെന്ന് പ്രദേശവാസികൾ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെയാണ് ഇത്തവണ ഫലം പ്രഖ്യാപിക്കുക. കോഴിക്കോട് പേരാമ്പ്രയിൽ കൊടും ചൂട് കാരണം നേന്ത്രവാഴകൾ നശിക്കുന്നു. ആവളക്കുട്ടോത്ത് എടക്കുനിത്താഴത്താണ് വാഴത്തോട്ടം വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത്.
പാലക്കാട് ആനക്കര കൂടല്ലൂരിൽ കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുമ്പിടി ഭാഗത്തു നിന്നും കൂടല്ലൂരിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള നടത്തിയ സമന്വയ സ്റ്റേറ്റ് കൾച്ചറൽ ഫെസ്റ്റിവൽ മലമ്പുഴയിൽ വെച്ച് നടന്നു. 14 ജില്ലകളിൽ നിന്നും 300ഓളം ഡോക്ടർമാർ, കലാകാരന്മാർ 20ഓളം ഇനങ്ങളിൽ മത്സരിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നാട്ടികയിൽ ജർമ്മൻ സ്വദേശിയായ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി 24 വയസ്സുള്ള അഴകേശനെയാണ് വല്ലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. JCI JAC ക്രിക്കറ്റ് ലീഗ് കോഴിക്കോട് ചെറുവണ്ണൂരിൽ നടന്നു. ശാരദാ മന്ദിരം എമിറേറ്റ് ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം കോഴിക്കോട് മേഖലയിലെ 8 ടീമുകൾ പങ്കെടുത്തു. 26 കുപ്പി ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം നൌഗാവ് സ്വദേശി മൊഫിജുൽ അലീനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. പട്ടണത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 4 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കലൂർ മണപ്പാട്ടിപ്പറമ്പിൽ ആഷിറിനെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയത്. ബംഗളൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുകയായിരുന്ന രാസലഹരിയാണ് പിടികൂടിയത്. പട്ടാമ്പി നഗരസഭയിൽ UDF ഉയർത്തിയ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. CPIM V4 സഖ്യം ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭാ ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസം തള്ളിപ്പോകുകയായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ പന്ത് സ്വകാര്യ ഭാഗത്ത് തട്ടി 11 വയസ്സുകാരന് ദാരുണാന്ത്യം. പൂനെ സ്വദേശിയായ ശൗര്യയാണ് മരിച്ചത്. ദില്ലി കാരവാൾ നഗറിൽ വ്യാജ മസാലകൾ പിടികൂടി. 15 ടണ്ണോളം മായം ചേർത്ത മസാലകളാണ് ദില്ലി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഞായറാഴ്ച നടന്ന നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയതിന് 3 MBBS വിദ്യാർത്ഥികളടക്കം 5 പേർ അറസ്റ്റിൽ. പരീക്ഷ എഴുതാനെത്തിയ MBBS വിദ്യാർത്ഥിയും സഹായികളുമാണ് രാജസ്ഥാനിൽ പിടിയിലായത്. കാച്ചാറിൽ പന്നിപ്പനി ബാധിച്ച് കുട്ടി മരിച്ചു. ഫർഹാനയാണ് മരിച്ചത്. പന്നിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആറു വയസ്സുകാരനായ മകനെ മുതലകൾ നിറഞ്ഞ കനാലിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ പിടിയിൽ. കർണാടകയിലെ ഉത്തര കന്നഡയിലായിരുന്നു സംഭവം. കൊലപാതകത്തിൽ സാവിത്രി എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കയുടെ ടെക് വ്യവസായത്തിന് ഇന്ത്യക്കാരില്ലാതെ നിലനിൽപ്പില്ലെന്ന് സിലിക്കൺ വാലി സെൻട്രൽ ചേംബർ ഓഫ് കൊമേഴ്സ് CEO ഹർബീർ കെ ഭാട്ടിയ. അമേരിക്കയുടെ ടെക് ഇൻഡസ്ട്രിക്കായി ഇന്ത്യക്കാർ കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അതിന്റെ നിലനിൽപ്പ് നിർണായകമെന്നും ഹർബീർ. കാനറ ബാങ്കിൽ നിന്നും 538 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന് മുംബൈ കോടതി 2 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. ആരോഗ്യപരമായ കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം. നിലവിലില്ലാത്ത വിമാനങ്ങളിലെ സീറ്റുകൾ വിൽപ്പന നടത്തിയ എയർലൈൻസിന് വൻ തുക പിഴ ചുമത്തിയത് ഓസ്ട്രേലിയൻ വിമാന കമ്പനി ക്വാണ്ടാസ് എയർവേസിന്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ കമ്മീഷൻ ക്വാണ്ടാസിനെതിരെ നടപടികൾ ആരംഭിച്ചത്. പ്രേത വിമാന കേസ് എന്നാണ് ഈ കേസ് അറിയപ്പെടുന്നത്.
പ്രളയക്കെടുതിയിൽ ബ്രസീലിൽ ജീവൻ നഷ്ടമായത് 75 പേർക്ക്, കാണാതായത് 100-ലേറെ പേരെ. വെള്ളത്തിനടിയിലായി പ്രധാന നഗരങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. ബ്രിട്ടനിലെ ഏറ്റവും ഭാരം കൂടിയ മനുഷ്യന് ദാരുണാന്ത്യം. 317 കിലോഗ്രാം ഭാരമുള്ള ജേസൺ ഹോൾട്ടനാണ് മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ തകരാർ മൂലമായിരുന്നു മരണം. 5 ലക്ഷത്തിലേറെ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്ത് പാകിസ്ഥാൻ. ബ്ലോക്ക് ചെയ്തത് 2023 നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തവരുടെ സിം കാർഡുകൾ. നടപടി ഇൻകം ടാക്സ് ജനറൽ ഓർഡർ പ്രകാരം. ബാൾട്ടിമോർ പാലം അപകടം, ഉത്തരവാദികൾ കപ്പൽ ഉടമകളും നടത്തിപ്പുകാരുമെന്ന് കോടതിയിൽ റിപ്പോർട്ട്. കാര്യക്ഷമതയില്ലാത്ത ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ. യുദ്ധവിമാനം പറത്താൻ നിർമ്മിത ബുദ്ധി സംവിധാനവുമായി US. കാലിഫോർണിയയിലെ എഡ്വേർഡ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആദ്യ പരീക്ഷണം വിജയകരം. US വ്യോമസേന സെക്രട്ടറി ഫ്രാങ്ക് കെൻഡലുമാണ് F-16 വിസ്റ്റ യുദ്ധവിമാന പരീക്ഷണം നടത്തിയത്. മലയാള മിഷൻ ദുബായ് ചാപ്റ്ററിന്റെ 98ാം സെന്റർ പ്രവേശനോത്സവോദ്ഘാടനം എമിറേറ്റ്സ് അപ്പാർട്ട്മെന്റ് ഹാളിൽ വെച്ച് നടന്നു. ശാസ്ത്ര പാഠപുസ്തക രചയിതാവും കവിയുമായ ഡോക്ടർ TV വിനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒമാൻ സുഹാറിൽ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സുഹാറുമായി സഹകരിച്ച് നടത്തിയ മെഗാ തിരുവാതിരയിൽ 300ഓളം നർത്തകിമാരാണ് ചുവടുവെച്ചത്. അബുദാബിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. അശ്രദ്ധമായ ഡ്രൈവിംഗും വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും കാരണം ചുവന്ന ലൈറ്റ് ലംഘിച്ചതിന് നിരവധി ഡ്രൈവർമാർക്ക് പിഴ. ഫിലിപ്പിനോ സയാമീസ് ഇരട്ടകളായ അക്കീസയും അയീഷയും റിയാദിലെത്തിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ ഇവാക്വേഷൻ വിമാനം വഴിയാണ് സയാമീസ് ഇരട്ടകളെ ഫിലിപ്പീൻസിൽ നിന്ന് റിയാദിലെത്തിച്ചത്. സാരഥി കുവൈത്ത് വാർഷിക പൊതുയോഗം സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. KR അജി അധ്യക്ഷത വഹിച്ചു. മാൻ മീ ടു മാസ്കത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഒമാനിന്റെ പങ്കിട്ട ചരിത്രവും എന്ന തലക്കെട്ടിൽ നടത്തിയ പ്രഭാഷണ പരമ്പര സമാപിച്ചു. പരിപാടിയുടെ സമാപന പ്രഭാഷണം കാൽവിൻ അലൻ നിർവഹിച്ചു. ഖത്തറിൽ നിന്നും ഉംറ നിർവഹിക്കാനായി പോയ സംഘത്തിലെ യുവതി മക്കയിൽ മരണപ്പെട്ടു. കണ്ണൂർ മയ്യിൽ സ്വദേശിനി സുഹൈലയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് തുടക്കം. യാത്രാ ടൂറിസം മേഖലയെ ശാക്തീകരിക്കുന്ന വേദിയാകും മേള. ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ 148 കോടി പിന്നിട്ട് ഫഹദ് ഫാസിൽ ചിത്രം ആവേശം. മലയാളത്തിൽ നിലവിലെ ടോപ്പ് 5 ഗ്ലോബൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിൽ ഇടം നേടി. ജിത്തു മാധവാണ് ചിത്രം സംവിധാനം ചെയ്തത്. സണ്ണി വെയ്ൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം പെരുമാനി ആദ്യ ഗാനം പുറത്തുവിട്ടു. പെണ്ണായി പെറ്റ പുള്ളേ എന്ന ഗാനമാണ് പുറത്തുവിട്ടത്. ഗോപി സുന്ദറിന്റേതാണ് സംഗീതം. ജിഷ്ണു വിജയനാണ് ഗാനം ആലപിച്ചത്. നായികയ്ക്കും നായകനും മികച്ച ഇൻട്രോ ഷോട്ട് കൊടുക്കുന്നതിൽ മണിരത്നത്തെ വെല്ലാൻ മറ്റൊരു സംവിധായകനില്ലെന്ന് നടൻ ഫഹദ് ഫാസിൽ. ബോംബെ, OK കൺമണി, ദിൽസെ തുടങ്ങിയ സിനിമകളിലെല്ലാം ലോകം അത് ആസ്വദിച്ചതാണെന്നും ഫഹദ് ഫാസിൽ. ബൈസൺ, മാരി സെൽവരാജ്, ധ്രുവ് വിക്രം ചിത്രം ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ധ്രുവ് വിക്രമിനെ നായകനാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്.
ഇന്ദ്രജിത്ത് നായകനാകുന്ന പുതിയ ചിത്രം മാരിവില്യൻ ഗോപുരങ്ങൾ ഉടൻ തിയേറ്ററുകളിൽ. നവാഗതനായ അരുൺ ബോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രുതി രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ് എന്നിവരും പ്രധാന വേഷത്തിലെത്തും. പുള്ളുവൻ പാട്ടിന്റെയും നാവോറ് പാട്ടിന്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയ മായമ്മ ഉടൻ തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ പോസ്റ്റർ, ഗാനങ്ങൾ, ട്രെയിലർ എന്നിവ റിലീസ് ചെയ്തു. ഹോളിവുഡ് എഴുത്തുകാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി അടുത്തയാഴ്ച മുതൽ ചർച്ചകൾ ആരംഭിക്കുമെന്ന് അലയൻസ് ഓഫ് മോഷൻ പിക്ചർ ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ്. മാസങ്ങളായി തുടരുന്ന സമരം ഉടൻ അവസാനിപ്പിക്കുമെന്നും സംഘടന. മാറ്റ് റീവ്സ് സംവിധാനം ചെയ്ത ദ ബാറ്റ്മാന്റെ ഔദ്യോഗിക സ്ട്രീമിംഗ് ജൂലൈ 27 ആരംഭിക്കുമെന്ന് പ്രൈം വീഡിയോയുടെ പ്രഖ്യാപനം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലാണ് ലഭ്യമാകുക. ഐഫോൺ 15 മോഡലിന് ഫ്ലിപ്കാർട്ടിൽ 15,991 രൂപ വരെ വിലക്കുറവ്. 79,990 രൂപയുടെ ഫോണിന്റെ വില 65,000 രൂപയിൽ താഴെ. കൂടാതെ ബാങ്ക് ഓഫറുകളും ലഭ്യം. iQOO 12 ഫോണുകൾക്ക് വിലക്കുറവ്. 52,000 രൂപയിൽ ലോഞ്ച് ചെയ്ത ഫോണുകളുടെ വിൽപ്പന ഇപ്പോൾ 50,000 രൂപയിലും താഴെ. OnePlus 11R ഫോണുകൾക്ക് ആമസോണിൽ വൻ വിലക്കുറവ്. 30,999 രൂപയുടെ ഫോണിന് ആമസോണിലെ വില 29,999. ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പർച്ചേസിന് 2,000 രൂപയുടെ ഡിസ്കൗണ്ട്. iQOO Z9 മെയ് 16-ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ. ഫോണിന്റെ വില 15,000 രൂപയിൽ താഴെ. സ്പീഡ് ന്യൂസ് അവസാനിക്കുകയാണ്.